അമ്മ പോയിട്ടപ്പോൾ വരും? സാധാരണ സമയത്ത്. പിന്നെ ആൻറ്റി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പറഞ്ഞോ? ഇന്നലെ പാദയാത്ര നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ വിളിച്ച് പറഞ്ഞല്ലേ എനിക്ക് ഓഫീസിൽ ഫയൽ സബ്മിറ്റ് ചെയ്യാനുണ്ട്, സോ ഞാൻ ലേറ്റ് ആവുന്നു. നീ കൂടുതൽ അഭിനയിക്കല്ലേ. ഓഫീസ് കഴിഞ്ഞ് കണ്ടാമരോടൊക്കെ നിരങ്ങാൻ പോയിട്ട് ഞാൻ ഉറങ്ങിട്ട് കഴിഞ്ഞ് കയറി വന്നേ. ഇതെവിടുത്തെ അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ശീലാവധി ചമയരുത് നീ എൻ്റെ ഫ്രണ്ടിൽ. നീ ഇനി ജോലിക്ക് പോകണ്ട, ഒന്നിനും പോകണ്ട. ഇവിടെ കാര്യങ്ങൾ നടന്നു പോകാനൊക്കെ പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഓ, ഈ വീടിൻ്റെ റെന്റ്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, നിങ്ങളുടെ കാറിന് EMI എല്ലാം കൂടി 1 ലക്ഷം രൂപ മാസം ചെലവരുന്നത്. അതിന് 50% ഞാനും കൂടിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ചെലവും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല. പറ്റുമോ? നാളെ സാരി എടുത്തിട്ടോ? പിങ്ക് ആയിക്കോട്ടെ. രാഘു, ഇതാരാ? ഞാനോട് വിളിക്കാവേ. ഇതേതാ ഈ പെണ്ണ്? എൻ്റെ ഫോണിൽ പല പെമ്പിളരുടെയും ഫോട്ടോ ഉണ്ടാവും. അതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത്? ഞാൻ അന്വേഷിക്കും. ഞാൻ എൻ്റെ ഭാര്യ. അത് അന്വേഷിക്കാൻ റൈറ്റ്സ് എനിക്കുണ്ട്. ഇതൊക്കെ എൻ്റെ പ്രൈവസി കാര്യങ്ങളാണ്. അതിലാരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന് ഭാര്യ ആയാലും ആരായാലും. ഇതൊക്കെ ഇനി വീട്ടുകാരെ നാട്ടുകാരെന്ന് വിളിച്ച് പറയാൻ നിൽക്കണ്ട. ഒരു മീറ്റിങ്ങിന് തീരെ താല്പര്യമില്ല. താങ്കോട്ട്. നീ ഒന്ന് വന്നേ. എന്താ നിന്റെ ഉദ്ദേശം? എല്ലാവരും നാണം കെടുത്താനാണോ? ചേച്ചി കാര്യം അറിയാത്തോണ്ടാ? എടി എനിക്കറിയാം അവന് വേറൊരു ബന്ധം ഉണ്ടെന്നല്ലേ. എടി അത് ഈ ചോരത്തിളപ്പിന് അതങ്ങ് മാറിക്കോളും. എടി കല്യാണം കഴിഞ്ഞിട്ടാകെ 2 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി ഒരു ജീവിതം ജീവിക്കാനുള്ളതല്ലേ. നമ്മളെ പെണ്ണുങ്ങൾ വേണം ഇതൊക്കെ ക്ഷമിച്ചും പുറത്തും ജീവിക്കാൻ. ചേച്ചിക്ക് എങ്ങനെ ഇതെന്നോട് പറയാൻ തോന്നുന്നു? ഇനി അവനായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല. ചേച്ചി പറയുന്ന പോലെ കുറേ ക്ഷമിച്ചും പുറത്തിട്ടാണ് ഞാൻ ഇരുന്നത്. ഇനി എനിക്ക് വയ്യ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. നീ ഒരു കാര്യം ആലോചിച്ചോ. അച്ഛനും അമ്മയും പ്രായമായിട്ടിരിക്കാം. അവരോട് പോയപ്പോൾ നിന്നെ കൂടി നോക്കാൻ എനിക്ക് പറ്റില്ല. ഞങ്ങൾക്കൊരു ബാധ്യതയാകരുത്. എനിക്കൊരു കുടുംബം ഉണ്ടെന്ന് എനിക്ക് ഓൾറെഡി അറിയാലോ. മനസ്സിലായോ? എൻ്റെ മോൾ ആർക്കും ഒരു ബാധ്യത ഞാൻ സമ്മതിക്കില്ല. അതിനവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. നല്ല ശമ്പളമുള്ളൊരു ജോലി ഉണ്ട് എൻ്റെ മോൾക്ക്. മാത്രമല്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ അവൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തൻ്റെ ഇടമുണ്ട്. പിന്നെ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ നിങ്ങൾക്ക് 2 പേർക്കും കൂടി വേണ്ടിയല്ലേ. അതുകൊണ്ട് നിൻ്റെ അനിയത്തി നിനക്കൊരു ബാധ്യതയാവില്ല മോളെ. അമ്മ ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. മോളെ ഈ ദാമ്പത്യബന്ധം എല്ലാവർക്കും സക്സസ് ആവണമെന്നില്ല. എന്തോ ദൈവഭാഗ്യത്തിന് മോൾക്ക് നല്ലൊരാളെ കിട്ടി. പക്ഷേ എൻ്റെ അനിയത്തി ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ കൂടെ നിൽക്കല്ലേ വേണ്ടേ. അവൾ ഡിവോഴ്സ് ചെയ്യാനൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ട. അവൾക്ക് ആ ബന്ധം വേർപ്പെടുത്തണമെങ്കിൽ അവളത് ചെയ്യട്ടെ. അവൾ അനുഭവിച്ചത് അവൾക്കല്ലേ അറിയില്ല. അമ്മ ഞാനെന്താ സങ്കടത്തിൽ പറഞ്ഞതാ. പോട്ടെ മോളെ, നീ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ. ചെന്ന് ഫ്രഷ് ആവും. അമ്മ ഫുഡ് എടുത്ത് വെച്ചു. ഹാപ്പി ആയില്ലേ എൻ്റെ മോള്? പക്ഷെ രാവിലെ അമ്മ മുഖം കയറ്റി പിടിച്ചിരുന്നപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി. അമ്മ കൂടി ഇനി മനസ്സിലാക്കില്ലല്ലോ എന്ന് തോന്നി. പിന്നെ നമുക്ക് ദേഷ്യം വരാതിരിക്കുമോ? ഇത്രയൊക്കെ അവൻ ചെയ്തിട്ട് അവനിട്ട് 2 എണ്ണം പൊട്ടിക്കാതില്ലേ നീ ഇങ്ങോട്ട് കയറി വന്നേ? അതല്ല നമുക്ക് ദേഷ്യം വന്നേ. എൻ്റെ മക്കളെ മനസ്സിലാക്കാൻ ഈ അച്ഛനും അമ്മയില്ലാതെ പിന്നെ ആരാളേ? ഇനി നീ എന്ത് ഡിസിഷൻ എടുത്താലും ഈ അമ്മ നിൻ്റെ കൂടെ ഉണ്ടാവും.